വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് ഞാൻ വെറൈറ്റി ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചു. കാരണം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ജിംസ് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ള പ്ലാനല്ല. എല്ലാ ദിവസവും അല്ല, ലൈക്ക് വല്ലപ്പോഴും ടൈം കിട്ടുകയാണെങ്കിൽ. ഇന്ന് തൃശ്ശൂർ നമ്മൾ ഡേ ഡോം ഫിറ്റ്നസ്സിലാണ്. പ്ലസ് ടുഡേയ്സ് ബാക്ക് ഡേ. അപ്പം ഞാൻ എൻ്റെ ബൾക്കിംഗ് സീരീസ് ആക്ച്വലി തുടങ്ങാൻ പോവാ. ലൈക്ക് ഞാൻ എന്തൊക്കെയാണ് ബൾക്കിൽ ചെയ്യണം, എങ്ങനെയാണ് എൻ്റെ വർക്കൗട്ട് പോകണമെല്ലാം, അതുപോലെ എത്ര നമ്പർ ഓഫ് സെറ്റ്സ് ഉണ്ട് ഇപ്പോൾ ആസ് ഓഫ് നൗ, കാലറീസ് അങ്ങനെ ഇൻക്രീസ് ആവും, എൻ്റെ ആസ്പെക്റ്റിൽ ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ പോവാ. ഇന്ന് ബാക്ക് സെഷനാണ്. കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള മെഷീൻസ് ഉണ്ട്. ലെറ്റ് സി എങ്ങനെയുണ്ട്. ഞാനൊന്നൊരു 10 to 12 സെറ്റ്സ് ആണ് എൻറ്റയർലി എയിം ചെയ്യണേ. ഞാൻ ഒരു ദിവസം ബാക്ക് അടിക്കണുള്ളൂ. ഞാൻ ഓൾറെഡി ഇപ്പം ചെയ്യണ പോലെ തന്നെ 5 day സ്പ്ലിറ്റ് ആണ്. സോ വിൽ സി. വൺ ഓഫ് ദ മെയിൻ ടാർഗറ്റ് എനിക്ക് ബൾക്കിൽ ലാറ്റ്സ് കുറച്ചുകൂടി നന്നായിട്ട് ബിൽഡ് ചെയ്യാനാണ്. ഇന്ന് നമ്മൾ അത്യാവശ്യം ട്രൈ ചെയ്യാം എല്ലാ മെഷീൻസും പോലെ. ഈ ഒരു പുൾ ഡൗണിൽ ഐ വിൽ ഡു 2 സെറ്റ്സ്. ഈ ഒരു പുൾ ഡൗണിൽ 2 സെറ്റ്സ് അടിക്കാം. എന്നിട്ട് റോ വേരിയന്റിലേക്ക് പോവാം. എത്ര നെഗറ്റീവ്സ് ലോകം വന്നു അത്ര എൻ്റെ ലാറ്റ്സിനെ ഭയങ്കര സ്ട്രെച്ച് ചെയ്യുക എന്ന് പറയണതിലൂടെ ഒരു കാര്യം എനിക്ക് ക്ലിയർ ആക്കേണ്ടത്, അത്ര സ്ട്രെച്ച് ചെയ്ത് ഷോൾഡർ ഇഞ്ചുറി ആക്കേണ്ട രീതിയിലേക്ക് കൊണ്ടുപോകണ്ട. ലൈക്ക് ഒരു മീഡിയം എമൗണ്ട് ഓഫ് സ്ട്രെച്ച് നന്നായി ഫീൽ ആവും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഷോൾഡറിനെ കിട്ടണേന്ന്. അവിടുന്ന് വീണ്ടും താഴ്ത്തേക്ക് കൊണ്ടുവരിക. ഇത് ഞാൻ ഇപ്പോൾ ഒരു ചേഞ്ച് മനസ്സിലാക്കിയതാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷോൾഡറിന് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്, ഓവറായിട്ട് ഭയങ്കര എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എക്സ്റ്റെൻഡ് ടിൽ ഷോൾഡേഴ്സ് എൻഗേജ് ആവണ വരെ. അത് ഷോൾഡേഴ്സ് എൻഗേജ് ആവണമെന്ന് തോന്നുമ്പോൾ ബ്രിങ് ഇറ്റ് ഡൗൺ. പ്രോപ്പറായിട്ട് ഒരു 8 to 12 റെപ്പ് റേഞ്ച് ഒരു സെറ്റ് പെർഫോം ചെയ്യുക. സെറ്റ് 10 to 12 പോയി, ഇനി 8 to 10 നോക്കാൻ പോവുക. മറ്റേ ആ മെഷീനിൽ 2 സെറ്റ്സ് ഡെമോളിഷ് ചെയ്തു. അത്രയ്ക്കും കണക്ഷൻ കിട്ടി എനിക്ക്. കുറെ കാലം കണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ലാറ്റ്സിൻ്റെ കണക്ഷൻ കിട്ടണം പുൾ ഡൗൺ ചെയ്യണതിൽ നിന്നും. ഇനി ഇതും 2 സെറ്റ്സ് അടിക്കാം. കാരണം പിന്നെ പെട്ടെന്നൊരു ന്യൂ മെഷീനിലേക്ക് മാറുമ്പോൾ ഒബിയസ്ലി ചിലപ്പോൾ കിട്ടുമല്ലോ, അതിൻ്റേതും ആവാം. ഇനി ഇതൊരു 2 സെറ്റ്സ് പെർഫോം ചെയ്യാം. സെയിം സ്ലോ നെഗറ്റീവ്സ് കുറച്ച് എക്സ്പ്ലോഡ് ചെയ്യുക, എന്നിട്ട് പെർഫോം ചെയ്യാം. എൻ്റെ ഫ്രീക്വൻസി പെർ മസിൽ ഗ്രൂപ്പ് 1 a week ആണ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് സെറ്റ്സും അതുപോലെ വോളിയം ഇത്രയും കൂടുതൽ. നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു പുൾ വർക്കൗട്ട് അങ്ങനത്തെ ഒരു പുഷ് പുൾ എക്സ് ആണ് ഫോളോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 times ഹിറ്റ് ചെയ്യാൻ പറ്റും ബാക്ക്. അപ്പോൾ പെർ സെഷൻ 2 exercises അല്ലെങ്കിൽ 3 exercises മതി നിങ്ങൾക്ക്. നമ്പർ ഓഫ് സെറ്റ്സ് ഒരു സെഷനിൽ 6 or 8 ഒക്കെ ആണെങ്കിൽ ആ നമ്പർ ഓഫ് സെറ്റ്സിൽ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ ഗ്രോത്ത് എന്തായാലും കാണും. പിന്നെ 2 സെഷൻസ് ഉള്ളപ്പോൾ ഒരെണ്ണം കുറച്ചുകൂടി റോ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്, അതായത് റോ എക്സസൈസിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടും ഒരു സെഷനിൽ ലാറ്റിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടും നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യാം. അതും ഒരു നല്ല രീതിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക് നല്ല രീതിക്ക് ഗ്രോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ബേസിക്കലി സ്റ്റിക്ക് ഓൺ ടു ബേസിക്സ്. ഇപ്പോൾ ഇവിടെ കുറേ മെഷീൻസ് ഉണ്ട്. ഇങ്ങനെ മെഷീൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ മെഷീൻസ് ഒക്കെ വേണോ, യാതൊരു കുഴപ്പമില്ല. സാധാ ഒരു ലാറ്റ് പുൾ ഡൗൺ ഒരു റോ ഏതൊരു ബേസിക് ആയിട്ടുള്ള ജിമ്മിലും ഉണ്ടാവും. അതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്താൽ മതി പ്രോഗ്രാം. Control. One more. Pull. Half reps.
പിന്നെ ബാർബൽ റോയും അതുപോലെ തന്നെ മറ്റുള്ള റോസും കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും ബാർബൽ റോയി പ്രിഫർ ചെയ്യുള്ളൂ, കാരണം OG മൂവ്മെൻ്റ് ആണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളത് ഇങ്ങനത്തെ ചെസ് സപ്പോർട്ടഡ് റോസ് ആണ്. ഫെയിൽ ആവുമ്പോഴും എനിക്ക് എൻ്റയർ ബോഡീനെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ബാർബൽ റോയിൽ നമുക്ക് ലാസ്റ്റ് കപ്പിൾ ഓഫ് റെപ്സ് ചീറ്റ് ചെയ്യുമ്പോൾ ബോഡി എൻ്റയർലി സ്വിങ് ആവും. ഇത് ഈ ഒരു മോഷനിൽ സ്റ്റേബിൾ ആയിരുന്നിട്ട് മസിൽ മാത്രം എൻഗേജ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ 3 സെറ്റിൽ 2 സെറ്റ് കഴിഞ്ഞു. 6 to 8 റെപ്പ് റേഞ്ചാണ് പ്ലാൻ ചെയ്തത്. ഇനി ഒരു സെറ്റ് ഞാൻ സിംഗിൾ അടിക്കാനുള്ളതാണ്. ജസ്റ്റ് ഒരു സെറ്റ് ഒരു 8 to 12 കിട്ടണ പോലെ അതേ വെയിറ്റ് ഞാൻ ചൂസ് ചെയ്യണം. ലെറ്റ് സി, അറ്റ്ലീസ്റ്റ് 6, മാക്സിമം 12. ഒരു സെറ്റ് അടിച്ചു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ജെന്യുവനായിട്ട് ഞാൻ ആദ്യം ബൾക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഈ ഒരു കട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ മനസ്സുണ്ടായതില്ല. കാരണം ഞാൻ ഓൾറെഡി നല്ലൊരു അത്യാവശ്യം ഷ്രെഡറായിട്ടുള്ള ഫിസിക്ക് എത്തി. അപ്പം അതിന്ന് ഫാറ്റ് ഗെയിൻ ആവാൻ എൻ്റെ മനസ്സ് സംഭവിക്കണമെന്നില്ല. ബട്ട് നിങ്ങൾ ബൾക്ക് ചെയ്യണം. നിങ്ങൾക്കൊരു ഒരു ഗെയിനിങ് ഫേസ് നിങ്ങൾക്ക് പ്രോപ്പർ ആവണമെങ്കിൽ, അഥവാ നിങ്ങൾക്കൊരു മച്ച് മോർ മസിൽ മാസ് നിങ്ങളുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ യു ഹാവ് ടു ബൾക്ക്. അതായത് കഴിച്ചൊരു ഉണ്ടയാവാനല്ല, എക്സ്ട്രാ കാലറീസ് വേണം ബോഡിക്ക്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യണം. ഇവൻച്വലി കുറച്ച് ഫാറ്റ് ഗെയിൻ ആവും, അത് ഇൻഎവിറ്റബിളാണ്. പക്ഷെ എൻ്റെ ഒരു പ്രോസസ്സിൽ ഫാറ്റിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, അതായത് ലിമിറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം എക്സ്ട്രാ കാലറീസ് ആകുമ്പോൾ ഫാറ്റ് ഗെയിൻ ആവും. പ്ലസ് എല്ലാ ദിവസവും കാർഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്യണേ ഞാൻ. അതിനനുസരിച്ച് എൻ്റെ കാലറീസ് ഇൻക്രീസ് ആക്കും. ഞാൻ എവറി 20 days കൂടുമ്പോഴാണ് എനിക്ക് കാലറീസ് കൂട്ടുന്നത്. എൻ്റെ വെയിറ്റിന് ആവറേജ് നോക്കും ആഴ്ചയിൽ. അതുപോലെ തന്നെ മിററിൽ പിക്സ് എടുത്ത് അതിൻ്റെ ഒരു ചേഞ്ചസിനെ മനസ്സിലാക്കിയിട്ട് ഒരു 150-200 കാലറീസ് എവറി 15 or 20 days ഇൻക്രീസ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ചിലപ്പോൾ വെയിറ്റ് കൂടുണ്ടെങ്കിൽ ഞാൻ അത് ഇൻക്രീസ് ആക്കില്ല, അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. വെയിറ്റ് കുറയുമ്പോൾ വെയിറ്റ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ആകുമ്പോൾ ഞാൻ കുറച്ച് കൂട്ടും. അതാണ് ഇനി ലോങ്ങർ പീരീഡിലെ ബൾക്കിൽ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റ് സീറ്റഡ് റോസ് ആണ്. ഇതിൽ കുറച്ച് സ്ട്രെച്ച് ഞാൻ പോണ പോലെ പോകാൻ പറ്റില്ല, കാരണം ഇവിടെ പ്ലാറ്റ്ഫോം വെക്കാൻ പറ്റില്ല. പ്ലസ് എനിക്ക് ഹൈറ്റും കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഹെവി വെയിറ്റ് പുഷ് ചെയ്യും. മിനിമം 8 reps, 2 sets. ജിമ്മിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മെഷീൻസ് ഉണ്ട്. എന്തായാലും ഹൈലൈറ്റ് ഓഫ് ദ ഡേ 2 ലാറ്റ് പുൾ ഡൗൺ മെഷീൻസ്. ഇൻസെയിൻ പമ്പായിരുന്നു എനിക്ക്. ഞാൻ 75 kgs ആണ് 2 അറ്റംപ്റ്റ് ചെയ്തത്. മെഷീൻ മാക്സ് ഔട്ട് ആവും പെട്ടെന്ന്. ഒരു മാസത്തിൽ അത് അടിച്ചു കഴിഞ്ഞാൽ 4 ബാക്ക് ഡേ ഉണ്ടെങ്കിൽ ആ മെഷീൻ ഞാൻ ഫുൾ സ്റ്റാക്ക് അടിക്കും ഇവിടെ ആണെങ്കിൽ. പിന്നെ നമ്മുടെ എല്ലാ ജിമ്മിലുള്ള മെഷീനാണ്, അത് കുറച്ചൊരു ഹാർഡറാണ്. ബാക്കിയുള്ള മെഷീൻസ് ലെഗിന് അത്യാവശ്യം നല്ല രീതിയിൽ കുറേ മെഷീൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പം ഇനി ആൾക്കാരില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം എത്ര മണി, 4:30 ടൈം. അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാരില്ല. സമാധാനം. നമ്മുടെ വർക്കൗട്ടിലേക്ക് തിരിച്ചു പോകാം. റോപ്പ് പുൾ ഓവർ 2 sets, 12+ reps. അല്ല, ഞാൻ സാംസൺ അവിടെ ഒരു വീഡിയോ കണ്ടു. ഒളിമ്പിയ അത്ലറ്റാണ്. അങ്ങോര് ഈ റോപ്പ് പുൾ ഓവർ ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, കുറേ കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രൈസ് ആക്ടിവേറ്റ് ആവുമെന്ന് തോന്നുന്നു. എനിക്ക് പലപ്പോഴും ലാസ്റ്റ് കപ്പിൾ ഓഫ് റെപ്സിൽ ട്രൈസ് ഭയങ്കര ആക്ടിവേറ്റ് ആവും.
കാരണം അതിലേക്ക് സ്ട്രെയിൻ ഒരു വണ്ണു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ബെല്ലം കൊടുക്കാണ്ട് ആ ഒരു ലാറ്റ്സിൻ്റെ മുമ്പിൽ തന്നെ മലയാളത്തിൽ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ പിടിച്ചിറക്കുക എന്ന് പറയും. അതേ കൺട്രാക്ഷനിൽ മെല്ലെ റിലീസ് ചെയ്യുക, ഓവറായിട്ട് സ്ട്രെയിൻ കൊടുക്കാണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രൈസെപ്പ് ആക്ടിവേഷൻ അവസാനം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ട്രൈസെപ്പിൻ്റെ ആ ഒരു എൻഗേജ്മെൻറ്റ് വരുന്നില്ല ലാസ്റ്റ് ഫെയിലിയറിലേക്ക് എത്തുമ്പോഴും. ടോട്ടൽ 12 സെറ്റ്സ്, ബാക്ക് ഡേ ഫിനിഷ്ഡ്. പക്ഷെ നമ്മളിന്ന് ട്രാപ്പ് അടിക്കുന്നുണ്ട്. എന്നോട് ചിലവരെന്നോട് ഒരു 10-ഒരു 5-6 പേര് പറയും ട്രാപ്പ് കുറച്ച് വീക്കാണല്ലോ. വീക്ക്നെസ് ആൾക്കാർ പറയുമ്പോൾ അത് മനസ്സിലാക്കുക, അതിൽ വർക്ക് ചെയ്യുക. അതുകൊണ്ട് ഈ കൊല്ലം ട്രാപ്സ് ഇമ്പ്രൂവ് ചെയ്യണം. 3 സെറ്റ്സ് ഹെവി വെയിറ്റ്. ഏത് മൂവ്മെൻറ്റാന്ന് കാട്ടിരാം. Full stretch. Pull. Full stretch. Pull. ഒരു ഗുഡ് ഫ്രണ്ട് പറഞ്ഞു തന്നൊരു വഴിയാണ്, ചെയ്യുമ്പോൾ എപ്പം നോക്കിയാലും എക്സ്റ്റെൻഡ് ചെയ്യണം, നന്നായിട്ട് ഇറക്കുക, എന്നിട്ട് ഫുള്ളായിട്ട് പുഷ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രെച്ച് ഉണ്ടല്ലോ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബാക്ക് ഡേ പോസിങ് കുറച്ചുകൂടി പഠിക്കണം, കറക്റ്റായിട്ട് ലാറ്റ്സ് ഓപ്പൺ ചെയ്യാനും. അപ്പം തന്നെ മസിൽസ് ഒന്നുകൂടിയും നമുക്ക് എന്താ വെച്ചാൽ പോർട്രേ ചെയ്യാൻ പറ്റും ഒരു ബോഡി ബിൽഡർ രീതിയിൽ. അതുകൊണ്ട് ഇതാണ് ഡേ ഇൻ ഡേ ഡോം ഫിറ്റ്നസ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു 7/10 ജിം. കാരണം ഞാൻ കേട്ടത് 2000 ഉള്ളതുകൊണ്ട് ഒരു മാസത്തേക്ക്, അതിന് ബെസ്റ്റ് ജിമ്മാണ്. നമുക്കിനി വരും സീരീസിൽ മേ ബി ബൾക്കി സീരീസിൽ എവിടെയെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അത് ഞാൻ ഷോക്കേസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. സീ യു അൺടിൽ നെക്സ്റ്റ് ടൈം. സ്റ്റേ സ്ട്രോങ്.